ഇന്ന് ഗാർഡനിലെ കുറച്ച് അപ്ഡേഷൻ ആട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ ആപ്പിൾ മരം ആട്ടോ. ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ചെടികളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ അധികം നോക്കാത്തത് കൊണ്ട് ഇലകളൊക്കെ പ്രാണികൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും നല്ല ഡിഫറൻസ് ഉണ്ടെന്ന്. കാരണം ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഇല പോലും ഇല്ലാത്തപ്പോഴാട്ടോ ഇത് വെച്ചത്. ഇത്രയും കിളിച്ചു വന്നതാട്ടോ. നമ്മൾ കുറച്ച് വെജിറ്റബിൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇത് ക്യാരറ്റ് ആട്ടോ. ഈ ക്യാരറ്റിന്റെ കൂടെ തന്നെ നമ്മൾ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതുപോലെ കിളിച്ചു വന്നതാട്ടോ. പെട്ടെന്ന് തന്നെ പട്ടുപോയായിരുന്നു. കാരണം തോനെയും മഴ ആയതുകൊണ്ടാട്ടോ ഇതെല്ലാം പട്ടുപോകാൻ കാരണം. പിന്നെ ഇത് അന്ന് തന്നെ നട്ട ഒരു മുന്തിരി തൈ ആട്ടോ. ഒരു ബ്ലാക്ക് മുന്തിരി ആട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം ഇതൊരു കുഞ്ഞൊരു തൈ ആയിരുന്നു കേട്ടോ. ഇതിനകത്തും ഇലകളൊക്കെ പ്രാണികൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ മുന്നേ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മേളോട്ടാട്ടോ പടർത്തി വിടുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ ചീനിക്കമ്പാട്ടോ. നല്ല ഹൈറ്റിൽ ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില കേട്ടോ. ഇതിന്റെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഇത് വളരത്തില്ല. അങ്ങനെ ആദ്യമായിട്ടോ പുതിയ ഇലയൊക്കെ വന്ന് വളർന്നു വന്നേക്കുന്നത്. എന്റെ കൂടെ ചേച്ചിയുടെ മോനുണ്ട്. അവൻ തന്നെ പറഞ്ഞു തരും കേട്ടോ ഇതെന്തുവാന്ന്. നമ്മുടെ വീട്ടിലെ കപ്ലേണ്ടി ആട്ടോ ഇത്. ഈ കപ്ലേണ്ടി നോക്കുന്നതിനിടയ്ക്ക് നമ്മളൊരു മഞ്ഞപ്പൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേണ്ട ഇതാട്ടോ സംഭവം. കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മൾ എങ്ങനെ ഇതൊക്കെ നട്ടേന്നൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായതുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ അന്ന് നട്ടത് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലെ അവോക്കാഡോ കേട്ടോ. ഇതിപ്പം കുറേ കൊല്ലമായിട്ടുണ്ട്. ഇതുവരെ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ കുരു ഇട്ട് കിളിപ്പിച്ചതുകൊണ്ടാട്ടോ ഇത്രയും വർഷം എടുക്കുന്നത് പിടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എല്ലാം കൂടി ഈ ഒരു വീഡിയോക്കകത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.